നമസ്കാരം സർ. ഇഞ്ചക്കാട് ബാലചന്ദ്രൻ, അങ്ങേ ഏറ്റവും കൂടുതൽ ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഇനി വരുന്ന തലമുറയ്ക്ക് വാസം സാധ്യമാണ്. ഒപ്പം നിരവധി സിനിമകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതിൽ ഗാനരചയിതാവായിട്ടുണ്ട്, നിരവധി സോഷ്യൽ ആക്ടിവിറ്റീസിൽ പങ്കാളിയാണ്. കേരളത്തിലെ ഇവിടെ ഒരു നാടൻ കലാരൂപങ്ങളുടെ ഒരു സ്കൂള് സാറ് തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. പിന്നെ വ്യത്യസ്ത മേഖലകളിൽ ഒരു പ്രതിഭയാണ് സാറ്. അല്ല എങ്കിലും പക്ഷെ ഇത് കാണികളായ കേൾവിക്കാരായ ഞങ്ങൾക്ക് സാർ ഒരു പ്രതിഭ തന്നെയാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഒരുപക്ഷെ സാറിന്റെ ഒരു എളിമ കൊണ്ടാകാം സാർ അങ്ങനെ ഒരു പ്രതിഭയാണ് എന്ന് സമ്മതിക്കാത്തത്. എന്താണ് സാർ, സാർ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. സർക്കാർ ജീവിതം കഴിഞ്ഞു, ഔദ്യോഗിക ജീവിതം കഴിഞ്ഞു, കലാപരമായ പ്രവർത്തനങ്ങൾ അങ്ങോട്ട് അനുസ്യൂതം തുടരുന്നു. സാർ ഒരു ചെറിയ വിശദീകരണം അങ്ങേപ്പറ്റി. എന്നെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ കവിത എഴുതും. 82 മുതൽ കവിത എഴുതും. അത് പുസ്തകം ഇറക്കാതെ കവിയായ ഒരാളാണ്. ഇതുവരെ അറിയില്ല. അതായത് കവിത വേദികളിൽ അവതരിപ്പിച്ച് ആനുകാലികങ്ങൾ വന്നിട്ടുണ്ട് ധാരാളം. 1500ഓളം കവിതകൾ ആനുകാലികൾ. 1500ഓളം കവിതകൾ. അപ്പോൾ അങ്ങനെ കവിതകൾ പുസ്തകമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുന്ന എനിക്കൊരു ഇഷ്ടം. ഒരാളുടെ കണ്ണിൽ നോക്കി കവിത എഴുതുന്നത് അത്രയും സന്തോഷകരമായ ഒരു കാര്യമില്ല. അങ്ങനെ കവിത ചൊല്ലി ജനഹൃദയത്തിൽ വന്ന ഒരാളാണ്. പിന്നീട് ഇടയ്ക്ക് ഏതാനും സിനിമയിൽ പാട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. എന്നെ ഒരു കാര്യത്തിൽ ഒരു സർക്കാർ ഒരു ചാനലിലോ ഒരു പത്രാവസരം ഇതുവരെ പോയിട്ടില്ല. എന്നെ വിളിച്ച് കയറ്റിയിട്ടുള്ള ആൾക്കാരല്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അങ്ങോട്ട് വന്ന് ഒരു അവസരം ചോദിക്കുന്നത് ഇപ്പോഴും നാണക്കേടാണ് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് സിനിമയിൽ അഴകാലിലെ മഞ്ചച്ചലിലെ പുത്താടി എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടാദികളാണ് ശ്രദ്ധ കിട്ടിയ പാട്ട്. പിന്നെ കഴിവുള്ള ആളിനെ തേടിയെത്തുന്നു എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ വരണം. അങ്ങനെ വന്നാലാണ് നമുക്ക് ഇഷ്ടം. നമ്മുടെ എന്റെ കഴിവുണ്ടെന്ന് പറഞ്ഞ ഒരാളുടെ കൊടുക്കുന്ന ഒരു സംവിധായകനെ കിട്ടാതെ എനിക്ക് പാട്ട് തരണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ പോകുന്നുണ്ടേ. അത് പുറകെ നടന്നാണ് പാട്ടൊക്കെ വാങ്ങിക്കുന്നത്. ഒന്ന് സമാധാനം കെടുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല. സിനിമ എന്ന് പറഞ്ഞ സമാധാനം നഷ്ടപ്പെടുന്നതാണ്. തൽക്കാലം അത് വേണ്ടെന്ന് വിചാരിച്ചു. ഇങ്ങനെ കിട്ടിയാൽ തൊഴിൽ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ സിനിമ ചെയ്തു. പിന്നെ ഈ കുറെ നാടകങ്ങൾക്ക് പാട്ട് എഴുതിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ശുദ്ധഗിരിന്റെ നാടകത്തിന്റെ പേരില്ല, മത്തിമാത്തൻ ഒന്നാം സാക്ഷി ഉൾപ്പെടെയുള്ള കുറെ ആളുകൾ എഴുതിയ നാടകത്തിന്റെയൊക്കെ പാട്ടുകൾക്കൊക്കെ നല്ല ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്, നല്ല അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇന്നേവരെ ചെയ്ത എല്ലാ വർക്കിനും അംഗീകാരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത. ഇതെല്ലാം ഒരു പാട്ടായാലും ശരി, സിനിമയായാലും ശരി, നാടകഗാനങ്ങളായാലും ശരി, ഞാൻ ചെയ്തതിനെല്ലാം പ്രത്യേക ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട് മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും സാറ് സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് തന്നെ സാറിന്റെ ഒരു കലാപരമായ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. കവിത എഴുതി, സിനിമാ പാട്ടുകൾ സിനിമാ മേഖലയിലുണ്ട്, മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിലുണ്ട്. ഗ്രീൻ പൊളിറ്റിക്സിൽ തുടക്കകാലം ഇന്റർനാഷണൽ വർക്ക് ചെയ്ത ആളാണ്. അന്താരാഷ്ട്ര ക്ലോറൽ വാരീസ് മലാക്കു പറയുക പാട്രിക് കാൻഡേഴ്സ് തുടങ്ങിയ ടീമിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പം അതിനുശേഷം നമ്മുടെ പൊതുപ്രവർത്തനം ഇപ്പോഴും കുടുംബത്തിന് കുഴപ്പമുണ്ടാക്കുക. അവർ ചോദിച്ചു വീട് വേണമെന്ന്, ആള് വേണമെന്ന് ചോദിച്ചു. അവസാനം പെണ്ണോടെ ഏതാ വീട് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സർക്കാർ പണി വേണ്ടാന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയതാണ്. 4 വർഷം എനിക്ക് സർവീസ് ഇല്ല. കാരണം അതിൽ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റത്തില്ല നമുക്ക്. നമ്മുടെ മനസ്സിലുള്ള സംഭവമൊക്കെ വേറെയാണ്. പക്ഷെ അതുകൊണ്ട് തിരിച്ചു പോയി ജോയിൻ ചെയ്തതിന് വേണ്ടി ഇപ്പൊ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതായത് മനസ്സിന്റെ ഒരു വഴിയുണ്ട്. നമ്മുടെ ആ മനസ്സിന്റെ വഴിയിലൂടെ പോകാൻ പലപ്പോഴും നമുക്ക് ചില തടസ്സങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ ചില പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സാർ, ഇനി വരുന്ന തലമുറയ്ക്ക് ആ പാട്ട് എഴുതാനുള്ള സാഹചര്യം? അത് യുവകലാസാഹിതിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളാണ് ഞാൻ. അപ്പൊ ഞാനും
PR കർമ്മേന്ദ്രൻ എന്ന് പറഞ്ഞ് കരുതാപ്പള്ളി തകഴയിലുള്ള പിന്നെ ഇടക്കുളങ്ങര ഗോപൻ പറഞ്ഞ കവിയുണ്ട്. അപ്പൊ ഞങ്ങൾ മൂന്നുപേരോട് ആലോചിച്ച് ഒരു പരിസ്ഥിതി ജലജാഥ സംസ്ഥാന സമിതിക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. കായംകുളം കായലില് വെള്ളം എടുത്തിട്ട് കവിത എഴുതിയിരിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തെങ്കിലും ആ ചർച്ച അവസാനം വന്നത് നമുക്ക് യുവരാജാദിയുടെ പേരിലൊരു പരിസ്ഥിതി ജലജാഥയാക്കളെന്ന് പറഞ്ഞു. അന്ന് ആ പരിസ്ഥിതി 2 ദിവസത്തെ ജാഥയാണ്. നാടകങ്ങളും പാട്ടുകളും പ്രസംഗങ്ങളുമായിട്ട് 2 വള്ളങ്ങൾ വീതം കൂട്ടിക്കെട്ടി ചങ്ങാളാക്കി ഒരെണ്ണത്തിൽ ഈ പ്രസംഗകരും ഉൾപ്പെടെയുള്ള കാഴ്ചകളുണ്ടായിരുന്നു, ഒരെണ്ണത്തിൽ കലാകാരന്മാർ, അങ്ങനെ 2 ചങ്ങാളത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പം ഈ ആലപ്പാട് പഞ്ചായത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ജീവിതം വലിയ തകരാറാണ്. മാത്രമല്ല കായംകുളം ലോകത്ത് ചവറയിലെ കരിമണലില്ലെങ്കിൽ അണിയുദ്ധമില്ല. ഈ ചവറയിലെ കരിമണൽ ഈ ആലപ്പാട് പഞ്ചായത്തിലാണ് കൂടുതലായിട്ടുള്ളത്. ആ ആലപ്പാട് പഞ്ചായത്തിൽ സ്വാഭാവിക റേഡിയേഷൻ ഉണ്ടായിരുന്നു. ആ സ്വാഭാവിക റേഡിയേഷന്റെ ഫലമായിട്ട് ഹൃദ്രോഗം ഉൾപ്പെടെ ജനിതക വൈകല്യം ഉൾപ്പെടെ മറ്റ് ക്യാൻസർ ഉൾപ്പെടെ പല രോഗങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. 69 ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവൻ്റെ വീട് അവിടെ പൊന്മന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏറെ വളർക്കൃഷി. അപ്പൊ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും. എനിക്കിഷ്ടം കക്ക വളർത്തുന്ന ഇഷ്ടം. എവിടെ ഈ കക്ക വരും ആൾക്കാർ കടലിൽ അതിൽ നിന്ന് ഈ കബഡി ഉൾപ്പെടെയുള്ള മനോഹരമായ സാധനങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്ന അന്നത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട്. അങ്ങനെ ഈ മിക്കവാറും അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ അതിനായിട്ട് പോകും. ഒരു കൊല്ലത്തിന്റെ ഈ കുഞ്ചുപിള്ള എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ്, അന്ന് അയാൾ അവിടെ ഒരു സർവേ നടത്തി. അവർ പല വീടുകളിൽ പോയിട്ട് ഈ സ്വാഭാവിക റേഡിയേഷൻ ഞാനവിടെ നിന്ന് പറക്കുമ്പോൾ എനിക്ക് കക്ഷി താടിയൊക്കെ വളർത്തി മുക്കൊക്കെ ആൾക്കാർ തുടങ്ങി നിന്നിട്ട് ഞാൻ അടുത്ത് നോക്കിക്കൊണ്ടു. എന്താണ് ചോദിച്ചത്? സാർ എന്ത് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഞാൻ ഒരു സർവേ നടത്തിയാണ്. പിന്നെ 2 ദിവസം പുള്ളിയുടെ കൂടെ ഞാനങ്ങ് നടന്നു. ആ നടന്നപ്പോഴേ എനിക്ക് ഈ ചവറകളെ ജീവിതത്തെക്കുറിച്ച് അവിടുത്തെ രോഗത്തെക്കുറിച്ചും ഒക്കെ എനിക്കൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അന്നേ ഉണ്ട്. അപ്പൊ ഈ പരിസ്ഥിതി ജലജാഥ നടത്തിയപ്പോ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ഒരു നാടകം ഇടക്കുളം ഗോപൻ എഴുതിയ അവസാനത്തെ സൈറന് മുമ്പ് ഒരു നാടകം ഞങ്ങളെല്ലാം കൂടെ ഇഷ്ടപ്പെട്ട് കളിക്കാതിരുന്നു. KPSCയുടെ ഗായക സംഘം അല്ല, ഞങ്ങളുടെ ഇതിന്റെ ഗായക സംഘം പാട്ട് പാടാൻ തയ്യാറായി. പക്ഷേ പാട്ട് എഴുതിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞൊരു കവി എഴുതിക്കൊണ്ടുവരും. കവിയുടെ പേര് ഞാൻ പറയത്തില്ല. കവി എഴുതിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് വന്നില്ല. അപ്പോൾ ഞാനും ഗോപൻ കൂടെ പറഞ്ഞു. അവര് KPSCയുടെ നാടകഗാനങ്ങൾ പാടി. പരിസ്ഥിതി ജലജാഥയില് KPSCയുടെ ചെപ്പിരികളെ ഞങ്ങൾ ആദ്യമൊക്കെ പാടി. ഞങ്ങൾക്ക് അതൊരു വിഷമം തോന്നിയത്. ഗോപൻ എന്നോട് പറഞ്ഞാൽ ഇത് ഭയങ്കര കഷ്ടമാണ്. നമ്മളൊരു ലക്ഷ്യത്തോടുള്ള ഒരു ജാഥ സംഘടിപ്പിക്കുമ്പോൾ ആ ആശയം വരുന്ന എന്തെങ്കിലുമൊക്കെ അയക്കുന്നതിനാണ്. നിനക്കൊരു കാര്യം ചെയ്യാം, നീ ഒരു പാട്ട് ഞാനും എഴുതാമെന്ന് ഗോപൻ പറഞ്ഞു. ഗോപൻ എഴുതിയില്ല, ഞാൻ 2 പാട്ട് എഴുതി. അപ്പൊ അമൃതാനന്ദ ഈ ആശ്രമത്തിന്റെ അവിടുന്ന് ഇക്കര വരുന്നതിനിടയ്ക്ക് വെച്ച് അന്ന് ഞാൻ സിഗരറ്റ് കഴിക്കുമായിരുന്നു. വിൽസ് സിഗരറ്റിന്റെ കവറിലാണ് 12 വരി വരുന്നത് അന്നത്തെ പാട്ട് എഴുതി. ഇനി വരുന്ന തലമുറയ്ക്കുള്ള 4 വരി മാത്രമേ പിന്നെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അവൻ മറന്നുപോയി. അപ്പം തിരുവല്ല ലളിതകലാ സംഘം എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘം ഡൈനാമിക് ആക്ഷൻ. ലളിതകലാ ഡൈനാമിക് ആക്ഷൻ. ഡൈനാമിക് ആക്ഷന് ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ചരക്കുണ്ട് വെച്ച് പാട്ടുണ്ടാക്കാൻ വേണ്ടി. 10 എഴുത്തുകാരും 10 പാട്ടുകാരും 10 സംഗീത സംവിധായകരും 30 പേരുടെ ഒരു ക്യാമ്പ്. ഞാൻ അന്ന് ഒരു 5 പാട്ട് ഞാൻ എഴുതി. പാങ്ങോട് രാധാകൃഷ്ണനാണ് അത് മ്യൂസിക് ചെയ്തത്. അപ്പോൾ രാധാകൃഷ്ണനോട് ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണ ഈ 4 പേര് എനിക്ക് ഓർമ്മ വന്നു, ഇനി വരുന്നത് ഞാൻ ചുറ്റി കേൾപ്പിച്ചു. ബാക്കി ഞാൻ പറഞ്ഞു. അന്ന് അതിന് ബാക്കി വരികളൊക്കെ അവിടുത്തെ റേഡിയേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, രാധാകൃഷ്ണൻ ഇങ്ങനെ ഒരു 4 വരികളുണ്ട്. രാധാകൃഷ്ണൻ ചൊല്ലിക്കൊണ്ട് പറഞ്ഞ സാറേ ഇത് ഗംഭീരമായിട്ടുണ്ട്, ബാക്കി നിങ്ങൾ എഴുതാൻ പറഞ്ഞു. അങ്ങനെ 18 വരി കൂടി അപ്പൊ എഴുതി ചേർത്ത് അത് ഇന്നത്തെ രൂപത്തിലുള്ളത് വന്നുള്ള അതാണ്. അത് ശരി. ഇന്നത് വളരെ വൈറലായ ഒരു പാട്ടാണ്. പ്രത്യേകിച്ചും ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഒപ്പം സാറ് വലിയ മെസ്സേജാണ് കൊടുക്കുന്നത്. വലിയ മെസ്സേജാണ്. അതായത് വലിയ ഡാമുകളും അണുനിലയങ്ങളുമല്ല വികസനത്തിന്റെ ആധാരം. സാർ ഒരു 2 വരിയൊന്ന്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം
അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസ്സിലാണിന്ന് ഇവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും. കാറ്റുപോലും ഈർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെയെന്നൻ പിറവിയെന്നായി വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ പാട്ടുകൾ ഒക്കെ ഇങ്ങു നിലച്ചു കേൾപ്പത് പൃഥ്വി തന്നെ നിലവിളി. നിറങ്ങൾ മായും ഭൂതലം, വസന്തമിങ് വരാത്തിടം. നാളെ നമ്മുടെ ഭൂമിയോ മഞ്ഞു മൂടിയ പാഴ്നിലം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സ്വാർത്ഥ ചിന്തകൾ ഉള്ളിലേറ്റി സുഖങ്ങളെല്ലാം കവരുവോർ ചുട്ടരിച്ചു കളഞ്ഞുവോ ഭൂമി തന്നെ നന്മകൾ? നനവുകിനിയും മനസ്സുണർന്നാൽ മണ്ണിലിനിയും ജീവിതം. ഒരുമയോടെ നമുക്കു നീങ്ങാം, തുയിലുണർത്തുക കൂട്ടര്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പെരിയടാമുക രമ്യഹർമ്മ്യം അണുനിലയം യുദ്ധവും. ഇനി നമുക്കീ മണ്ണിൽ വേണ്ടെന്നൊരു മനസ്സായി ചൊല്ലിടാം. വികസനം അത് മർത്യമനസ്സിൻ അതിരിൽ നിന്ന് തുടങ്ങിടാം. വികസനം അത് നന്മ പൂക്കും ലോക സൃഷ്ടിക്കായിടാം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? അതൊരു അപാര സോങ്ങാണ്. രണ്ട് മെസ്സേജ്, ഒന്ന് പ്രകൃതി സംബന്ധമായൊരു മെസ്സേജും മറ്റൊന്ന് മാനുഷിക മൂല്യങ്ങളെ കൂടി കണക്ട് ചെയ്തുള്ള ഒരർത്ഥം കൂടി അതിനകത്ത്. നമ്മളെല്ലാം പൊങ്ങച്ചത്തിന് വേണ്ടി ജീവിക്കുന്നു. അതെ അതെ അതെ. വെറുപ്പും ഭയവുമാണ് നമ്മൾ രണ്ട് കളർ. പ്രകൃതിയിലില്ലാത്ത ഒരു ജീവിയും വേറൊരു ജീവിയെ വെറുക്കുന്നില്ല. ഒരു ജീവിക്ക് മറ്റൊരു ജീവിയെ ഭയമില്ല. മനുഷ്യന്റെ പ്രവൃത്തികൾ മാത്രം ജീവികൾക്ക് നമ്മളെ പേടിക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ പരസ്പരം അവർക്ക് വെറുപ്പും ഭയവുമില്ല. ലോകത്ത് എവിടെയും സംഗീതം നിറഞ്ഞിരിക്കുകയാണ്. കേൾക്കുന്ന എല്ലാ ശബ്ദവും സംഗീതമാണ്. എവിടെയും വർണ്ണക്കാഴ്ചകളാണ്, എവിടെയും രുചി വൈവിധ്യങ്ങളാണ്. മനുഷ്യനെ ആയാലും ഇവിടെ വന്നുപെട്ട സർവ്വ ജീവജാലങ്ങളെ നിലനിർത്തുന്ന ആൾക്കാരെല്ലാം പ്രകൃതി ഒരുക്കിയിട്ടുണ്ട്. അത് അറിഞ്ഞ് ആസ്വദിച്ച് ജീവിക്കുന്നതിന് പകരം നമ്മളെന്തൊക്കെ കാട്ടുക, നമ്മളെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന മുഴുവൻ. ജീവിതത്തിൽ 24 മണിക്കൂറിൽ 1-2 മണിക്കൂർ വെച്ച് ബാക്കിയെല്ലാം മറ്റുള്ളവരെ കാണിക്കാറ്. ഇതിനിടയ്ക്ക് നമ്മളെ കാണുന്നില്ല. നമ്മളെ കാണണമെന്നും നമ്മളെ എന്താണ് നമ്മളെന്നും നമ്മളിങ്ങനെ നിലനിൽക്കാൻ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെ നമ്മൾ ആദരവോട് കാണണമെന്നും പ്രകൃതിയിലെ സർവ്വ ജീവജാലങ്ങളുടെ സാന്നിധ്യമാണ് മറ്റു മനുഷ്യന്റെ നിലനിൽപ്പുള്ളത്. അത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. തീർച്ചയായിട്ടും. വളരെ സാറിപ്പം സാറിന്റെ ഇനിയുള്ള പ്രോജക്റ്റുകൾ എന്താണ്? സാറിന്റെ ഇനിയുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഞാന് 2 സിനിമകൾ സംവിധാനം ചെയ്തു. ജനങ്ങൾ എത്തിയില്ല. കാരണം ഇവിടുത്തെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. ഈ വേറിട്ട സിനിമകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെട്ടിയിരിക്കുകയാണ്. കസ്പാറെ മുത്തച്ഛൻ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. മാനുഷിക മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാകണം വിദ്യാഭ്യാസം എന്നായിരുന്നു എന്റെ ആശയം. അത് തിയേറ്റർ കിട്ടിയില്ല. പക്ഷെ സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങിച്ച് നമ്മൾ സ്കൂളുകളിൽ പ്രദർശിപ്പിച്ചു. 73 സ്കൂളുകളിൽ നമ്മൾ പ്രദർശിപ്പിച്ചായിരുന്നു. പിന്നെ അതും ചിലവാണ് അതൊക്കെ നിർത്തിവെച്ചിരുന്നത്. പിന്നെ 2 കഥാപാത്രങ്ങളുള്ള ഒരു സിനിമയിൽ കണ്ണു കാണാത്തൊരു പെൺകുട്ടിയും കൊലപാതകം ചെയ്ത ഒരു ചെറുപ്പക്കാരനും ഒരു പൂച്ചക്കുട്ടിയും ഒരു വീട് മാത്രമായിരുന്നു സിനിമ. 1 മണിക്കൂർ 35 സിനിമ. ആദ്യം കഥ പറയും മുത്തച്ഛൻ, ആദ്യ സിനിമ പിന്നെ നരോപനിഷത്ത്.
നരമനുഷ്യന്റെ കഥ എന്ന് പറയുന്നത് നമ്മൾ നല്ല ഭാഷ കൊണ്ട് നല്ല ആശയങ്ങൾ പരസ്പരം കൈമാറിയാൽ നമ്മൾ നല്ലോണം നമ്മൾ രണ്ടുപേരും പരസ്പരം കേൾക്കുന്ന ആളും പറയുന്ന ആളും വളരും എന്നുള്ളതാണ്. അതാണ് നരമനുഷ്യൻ. മനുഷ്യനെ കുറിച്ച് അടുത്തിരുന്ന് പറയുന്നതെന്ന് അർത്ഥമാണ് നരമനുഷ്യൻ. അപ്പൊ അങ്ങനെ അത് കാലിഫോർണിയ കാനഡയിലെ ഫെസ്റ്റിവലുകളിൽ സോഷ്യൽ ജസ്റ്റിസ് ഏറ്റവും നല്ലൊരു സിനിമ, ഏറ്റവും നല്ല പശ്ചാത്തല സംഗീതം, ഏറ്റവും നല്ല പരീക്ഷണ സിനിമ 3 അവാർഡ് കിട്ടിയിട്ടുണ്ട് ഇന്റർനാഷണൽ ലെവലിലാണ്. അപ്പൊ അവര് മാത്രം അതൊരു നല്ല ഫെമിനിസ്റ്റ് സിനിമ എന്നാണ് അവര് കാനഡയിലെ അവരുടെ ജൂറിയുടെ ഗ്രൂപ്പിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫെമിനിസ്റ്റ് സിനിമ കൂടിയാണ്. അതിൽ പെൺകുട്ടി എന്ന് പറയുന്നത് കണ്ണുകാണുന്ന പെൺകുട്ടിയാണ്. അവൾ അവനെ കാഴ്ചയുടെ മഹത്വം പഠിപ്പിക്കുകയാണ്. അതായത് ലോകത്തെ എങ്ങനെ കാണണമെന്ന് പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് എപ്പോഴും അറിവ് സ്ത്രീകളിൽ നിന്നാണ് കൂടുതൽ ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. നമ്മുടെ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ അമ്മ സംശീകരിച്ച എല്ലാ അറിവുകളും നമ്മളിലേക്ക് വരുന്നുണ്ട്. തലമുറകൾ കടന്നു വരുന്ന തലമുറകളിൽ കടന്നു വന്ന അറിവ് നമ്മുടെ ജീനുകളിലുണ്ട്. ആ ജീനുകളോട് കൂട്ടിച്ചേർക്കുന്ന അമ്മ നേടിയ അറിവുകളാണ് ആദ്യമായിട്ട്. പിന്നെ താരാട്ടുപാട്ടിലൂടെ ആയാലും ശരി, ആദ്യമുള്ള ഇഷ്ടം പറയുന്നതൊക്കെ ചേർത്ത് പറയുമ്പോൾ അമ്മ പറയുന്ന എല്ലാ അറിവുകളായിരിക്കും നമുക്ക് പുതിയ കാലത്തേക്ക്. ആ അറിവുകളിലൂടെ വളർന്നു വരും നമ്മൾ ഏറ്റവും കൂടുതൽ അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതാണ് സിനിമയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള അത് വരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അകാല മരണത്തിനെതിരെ ഒരു സിനിമ. അകാല മരണം നമുക്കൊക്കെ 120 വയസ്സിൽ ജീവിക്കാന്ന് പറയുന്നത്, പക്ഷെ നമ്മൾക്ക് 20, 30, 40, 50, 60 ചത്തുപോവുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ? എങ്ങനെയായാൽ നമ്മള് പ്രകൃതി അനുവദിച്ചു തന്ന ആയുസ്സോടുകൂടി ജീവിക്കാമെന്നത് തീരുമാനിക്കപ്പെടാൻ സിനിമ 120th ബർത്ത്ഡേ 120ാം ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ 71 വയസ്സുണ്ട്. ഇനി 49 വർഷങ്ങളായി ജീവിച്ചിരിക്കുന്നതിന് കഴിയണമെന്നുള്ളതാണ്. അതിന് എങ്ങനെയൊക്കെയാണ് വരുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല ഭക്ഷണവും നല്ല ചിന്തയും അപ്പൊ ആ നല്ല ഭക്ഷണവും നല്ല സംഗീതവും നല്ല ചിന്തയും. ചിന്തയ്ക്ക് ഒരുപാട് പുസ്തകങ്ങൾ ധാരാളം വായിക്കുക, ധാരാളം സൗഹൃദങ്ങളിലൂടെ ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള അറിവ് നേടുക. അപ്പൊ ബന്ധങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും സംഗീതത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ഒക്കെ കിട്ടുന്നത് കൊണ്ട് നമുക്ക് 120 വയസ്സിൽ പോകാം. എപ്പോൾ മനുഷ്യൻ പ്രകൃതിയുള്ള ബന്ധം അറ്റുപോയോ അവിടെ നമ്മൾ അകാല മരണത്തിലേക്കും രോഗത്തിലേക്കും വരുന്നുണ്ട്. ഇതാണ് ഈ സിനിമയുടെ. ഓക്കെ, ഒരു നല്ല മെസ്സേജാണ്. എപ്പോൾ നമ്മൾ പ്രകൃതിയിൽ നിന്നും അകന്നു പോകുന്നു നമ്മൾ രോഗികളാകുന്നു, നമുക്ക് അകാല മരണം സംഭവിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ രാവിലെ നടക്കാൻ പോകും. ഒരു 4 മണിക്ക് കൂടെ നടക്കും, 1 മണിക്കൂർ. ഇന്ന് വെളിയിൽ പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തെല്ലാം എന്തെല്ലാം ചെടികളാണ് വെക്കുന്നത്. റോഡ് സൈഡ് എല്ലാം കാണും. കൊച്ചു മരത്തിരിക്കുമ്പോഴാകും തൊട്ട് ഇലവടിയൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആ ജീവന്റെ വഴികൾ എല്ലാ സസ്യങ്ങളിലും ഉണ്ട്. സസ്യങ്ങളോട് സാറ് നമ്മളിലേക്ക് വരും. അതൊക്കെ ഈ എല്ലാ ചെടികളിലും ഉള്ള ഊർജം നമ്മളിലേക്ക് വരും. സൂര്യപ്രകാശത്തിന്റെ ഊർജം ചെടികളെല്ലാം സംശയിച്ച് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി സമയം 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഈ ജൈവരൂപങ്ങളൊക്കെ നമ്മളെപ്പോഴും ജഡരൂപങ്ങളാണ് കമ്പ്യൂട്ടറായാലും പേനയായാലും പേപ്പറായാലും എല്ലാം നമ്മൾ ജഡരൂപങ്ങളോടാണ് ഇടപെടുന്നത്. പക്ഷെ അതിൽ നിന്ന് അല്പസമയം നമുക്ക് ജൈവരൂപങ്ങളോട് ഇടപെടാനുള്ള അവസരം ഉണ്ടെങ്കിൽ അകാല മരണത്തിൽ നിന്ന് അകന്നുപോയി. കൂടുതലും നമ്മൾ പ്രകൃതിയോട് ചേരുക, പ്രകൃതിയോട് നമ്മൾ അടുത്ത് ഇടപെടുക. നല്ല വെള്ളം, നല്ല വായു, പിന്നെ നല്ല ഭക്ഷണം. അപ്പൊ സാറ് ഇപ്പൊ ഇനിയുള്ള ഈ പ്രോജക്റ്റ് ഇതാണ് സിനിമ, പിന്നെ പുതിയ കഥകൾ, കവിതകൾ, സിനിമ പാട്ട്. കവിതകൾ എല്ലാം എഴുതും. ഇങ്ങനെ എഴുതി, ഇന്ന് എഴുതി കിടപ്പുണ്ട് കവിതകൾ, പുതിയ കവിതകൾ കിടപ്പുണ്ട്. ഇനിയിപ്പോ ഒരു കവിത എഴുതാൻ ഇങ്ങനെ പകുതിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ തുടങ്ങി വെച്ചു. സാറ് പെട്ടെന്നൊരു വിഷയത്തെ മനസ്സിൽ വരുന്നു, അപ്പൊ അങ്ങ് എഴുതുകയാണ്. പക്ഷെ സാറിന്റെ പാട്ടുകൾ, കവിതകൾ ഒക്കെ കൊണ്ട് അറിയപ്പെടുന്നത് മറ്റുള്ള ആൾക്കാരുമാണ്. ഞാനിപ്പോ അടുത്ത 4 വർഷം പോയി ഇതൊരു കവിതയുണ്ട്, മൃഗം. അതാണ് പലർക്കും ഇപ്പൊ ചെല്ലുന്നത്. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം അതാണ്. ഓ, അത് ശരി. മൃഗം ഒരു ലൈൻ. മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ, ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. മണ്ണറിവിലൊറയ്ക്കട കുഞ്ഞ
വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ കാട്ടുചോര തണുപ്പും കാട്ടുതേനിപ്പും കന്നിമഴ കുളിരും വെള്ളിവെയിൽ പുളപ്പും കോളമഞ്ഞും മേടക്കാറ്റും നീലനീല പൂമണവും നെഞ്ഞറിവിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ കാളയൊരു നല്ല മൃഗം കാളയൊരു നല്ല മൃഗം പൂണൂലില്ല തൊപ്പിയില്ല ഞാത്തിയിടാൻ കൊന്തയില്ല എൻ്റെ നിന്റെ ദൈവമില്ല ചത്തുകിട്ട് മോശം കാത്തിരുന്ന് കൊല്ലലില്ല ചോര വീഴ്ത്തി ചിരിയില്ല ചുട്ടരിച്ച് മരിക്കലില്ല കാളയൊരു നല്ല മൃഗം മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ കുതിരയൊരു നല്ല മൃഗം കുതിരയൊരു നല്ല മൃഗം കയ്യിൽ വാളും കൊടിയുമില്ല ഭാഷ നൂറ് ചൊല്ലലില്ല കൊലവിളിയും തെറിയുമില്ല ജയിലു തേടിപ്പോകലില്ല ഹർത്താലില്ല ബന്ധുമില്ല പെൺകരച്ചിൽ വീട്ടലില്ല മണ്ണെരിച്ച് മരമെരിച്ച് വീട് വെച്ച് നശിക്കലില്ല കുതിരയൊരു നല്ല മൃഗം മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ കഴുതയൊരു നല്ല മൃഗം കഴുതയൊരു നല്ല മൃഗം കള്ളനോട്ടും ചതിയുമില്ല കള്ളുഷാപ്പിൽ പൊറുതിയില്ല ചതതോറും പെൺശരീരം വിൽപ്പനയ്ക്ക് വെക്കലില്ല നാട്ടിലാകെ ചോര കൊണ്ട് കളമെഴുതി രസിക്കലില്ല കഴുതയൊരു നല്ല മൃഗം മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ നായയൊരു നല്ല മൃഗം നായയൊരു നല്ല മൃഗം നന്ദികേട് കാട്ടലില്ല ചിരി തെളിച്ച് ചതിക്കലില്ല സിസി വണ്ടി വാങ്ങലില്ല ലോണെടുത്ത് വിയർക്കലില്ല ജപ്തി കണ്ട് തൂങ്ങലില്ല നാടുതോറും തെണ്ടലില്ല നാണം കെട്ട് വാഴലില്ല നായയൊരു നല്ല മൃഗം മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ പോത്തുമൊരു നല്ല മൃഗം പോത്തുമൊരു നല്ല മൃഗം ഓഹരി ചൂതാട്ടമില്ല ഡീലർഷിപ്പ് ബിസിനസ്സില്ല ബ്ലേഡ് വെട്ടി പലിശയില്ല വ്യാജ മെഡിക്കൽ കോളേജില്ല ദൈവവേഷം കെട്ടലില്ല മന്ത്രവാദം തട്ടിപ്പില്ല തീവ്രവാദ ബന്ധമില്ല പോത്തുമൊരു നല്ല മൃഗം മൃഗം പോലാവള കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ മണ്ണറിവിൽ ഉറയ്ക്കട കുഞ്ഞ വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ കാട്ടുചോല തണുപ്പും കാട്ടുതേനിപ്പും കന്നിമഴ കുളിരും വെള്ളിവെയിൽ പുളപ്പും കോളമഞ്ഞും മേളക്കാറ്റും നീലനീല പൂമണവും നെഞ്ഞറിവിലെടുക്കട കുഞ്ഞ മനുഷ്യനാവാണ്ടേ ഇപ്പോലെ മനുഷ്യനാവാണ്ടേ. സന്തോഷം. സാറിനെ പോലുള്ള ഒരു ബഹുമുഖ പ്രതിഭയെ അടുത്ത് കാണാനും സംസാരിക്കാനും അറിയാനും സാധിച്ചതിൽ എനിക്ക് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും നിങ്ങളെ കുറിച്ച് അറിഞ്ഞതൊക്കെ വലിയ സന്തോഷമുള്ള. സാർ എനിക്ക് കിട്ടിയ രാവിലെ നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ വാക്ക് എനിക്കൊരു വലിയ അംഗീകാരമായി, ഒരു സർവകലാശാല അംഗീകാരമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. വളരെ സന്തോഷം സാർ. കണ്ടതിൽ, പരിചയപ്പെട്ടതിൽ, സാറിനെ കേട്ടതിൽ ഒക്കെ വളരെ സന്തോഷം. താങ്ക് യു സാർ.